നമസ്കാരം സുഹൃത്തുക്കളെ. ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ ഞാൻ അവിടെ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വായനയിലേക്ക് കടക്കാം. ഇന്നത്തെ വായനയുടെ തലക്കെട്ട് എന്ന് പറയുന്നത്, വളരെ യാദൃശികമായാണ് പ്രപഞ്ചശക്തി നിങ്ങളെ ഈ വായന കാണിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് വിട്ടുകളയരുത്, ഉറപ്പായും കാണുക. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ യാദൃശികമായാണ് എന്ന് പറയുമ്പോൾ പലപ്പോഴും നിങ്ങൾക്ക് കൗതുകം തോന്നിയേക്കാം, അല്ലെങ്കിൽ വെറുതെ പറയുന്നതാണ് എന്ന് തോന്നിയേക്കാം. പക്ഷേ അതല്ല. എപ്പോഴും നമ്മളുടെ ചാനൽ ഫോളോ ചെയ്യുന്ന വ്യക്തികളാണ്, പ്രേക്ഷകരാണ് നിങ്ങളെങ്കിൽ പോലും ചിലപ്പോൾ ചില വായനകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കണം എന്നില്ല. അപ്പോൾ നിങ്ങളുടെ കണ്ണിൽ പെടുന്നതും നിങ്ങൾക്കത് കാണാൻ തോന്നിക്കുന്നതുമായിട്ടുള്ള വായനകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ, അതിപ്പോൾ ഈ ചാനൽ മാത്രമല്ല, ഏതൊരു ചാനലാണെങ്കിൽ പോലും നിങ്ങളുടെ കണ്ണിൽ അത് പെട്ട് നിങ്ങൾക്കത് കാണണം, തുടക്കം മുതൽ അവസാനം വരെയും കാണണം എന്ന് തോന്നിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രപഞ്ചശക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ആ ഒരു ടാരറ്റ് റീഡറിൽ നിന്നും കൺവേ ആകുന്നത്. അപ്പോൾ ആ ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കുവാനായി ശ്രമിക്കുക. എന്തെങ്കിലും നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കാം. സോ അതിൻ്റെ ഉത്തരം കണ്ടെത്തുവാൻ വേണ്ടി, അല്ലെങ്കിൽ ഉത്തരം ലഭിക്കുന്നില്ലായിരിക്കാം, പലവരോടും ചോദിച്ചിട്ട് കൃത്യമായ മറുപടി നിങ്ങൾക്ക് ലഭിക്കുന്നില്ല, നിങ്ങൾ വളരെയധികം വിഷമിച്ചിരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം വീഡിയോസ് നിങ്ങളുടെ കണ്ണിൽ പെടുകയാണ്. നിങ്ങളുടെ കണ്ണിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾ എത്ര സ്കിപ്പ് ചെയ്തു പോയിട്ടും നിങ്ങളുടെ കണ്ണിൽ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ തേടുന്ന, അല്ലെങ്കിൽ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന, അത്രത്തോളം നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന, നിങ്ങളുടെ മനസ്സ് താല്പര്യപ്പെടുന്ന കാര്യങ്ങളാണ് ആ ഒരു വായനയിൽ ഉണ്ടാവുന്നത്. അപ്പോൾ ഇതും യാദൃശികമായാണ് ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങളെ ഈ ഒരു വായന കാണിക്കുകയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് മുഴുവനും കാണുവാനായി ശ്രമിക്കുക. അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്തു പോകാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ നോക്കുവാൻ പോകുന്നത്. തീർച്ചയായിട്ടും തുടക്കം മുതൽ അവസാനം വരെയും കാണുക. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട്, വിചാരിച്ചുകൊണ്ട് ഈ ഒരു വായന വളരെ പോസിറ്റീവ് ചിന്താഗതിയോടുകൂടി കാണുവാനായിട്ട് ശ്രമിക്കുക. വായനയിലേക്ക് കടക്കാം. തീർച്ചയായിട്ടും നമുക്കിവിടെ എടുത്തു പറയാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ നിങ്ങൾ രണ്ടുപേരും വളരെ നല്ല പോസിറ്റീവ് എനർജിയോട് കൂടി, പോസിറ്റീവ് ചിന്താഗതിയോട് കൂടി, സന്തോഷം സമൃദ്ധിയോട് കൂടി നിങ്ങൾ മുന്നോട്ട് പോയിരുന്ന രണ്ട് വ്യക്തികളാണ്. അത് കമിതാക്കൾ മാത്രമാണ് എന്ന് ഞാൻ പറയുന്നില്ല. അത് വിവാഹേതര ബന്ധമായാലും, ഭാര്യാഭർത്തൃ ദാമ്പത്യ ജീവിതമായാലും, കമിതാക്കളായാലും, ഏതൊരു സാഹചര്യമാണെങ്കിൽ പോലും നിങ്ങൾ രണ്ടുപേരും വളരെ നല്ല സന്തോഷത്തോടു കൂടി പോയിരുന്ന രണ്ട് വ്യക്തികളായിട്ടാണ് കാണിക്കുന്നത്. അത് പോയിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പോൾ നിങ്ങൾ പല കാര്യങ്ങളിൽ, പല സാഹചര്യങ്ങളിൽ നിങ്ങൾ അകൽച്ചയിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ആ ഒരു തേർഡ് പാർട്ടി അവസ്ഥകൾ ഉണ്ടായത് കൊണ്ട് തന്നെയാണ്. കാരണം ഈ വ്യക്തി പലപ്പോഴും നിങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാകാം. അതായത് നിങ്ങളാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ നിങ്ങളാണ് കുറ്റക്കാരൻ, നിങ്ങളാണ് കുറ്റക്കാരി എന്നുള്ള രീതിയിൽ ഈ വ്യക്തി നിങ്ങളോട് വളരെയധികം മോശമായിട്ടുള്ള രീതിയിലും നിങ്ങളെ വിഷമിപ്പിക്കുന്ന രീതിയിലും പെരുമാറിയിട്ടുണ്ടാകാം. ആ ഒരു സമയത്തൊക്കെ നിങ്ങൾക്ക് ഒരിക്കലും അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലായിരിക്കാം, അല്ലെങ്കിൽ അത് അംഗീകരിക്കാനുള്ള മനസ്സ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവില്ലായിരിക്കാം. പക്ഷെ ഒരിക്കലും നിങ്ങൾക്കത് അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കില്ല. കാരണം ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് നിങ്ങൾ നിമിത്തമല്ല. ഇതിൽ നിങ്ങൾക്കിടയിൽ വന്നിട്ടുള്ള ഒരു പുതിയ വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത്. എന്തു തന്നെ ആയാലും അത് നിങ്ങളുടെയും ഈ വ്യക്തിയുടെയും എന്താ പറയാ, നിങ്ങളുടെ തീർച്ചയായിട്ടും ഇതൊരു എനിമിയാണ്, അതായത് ശത്രുവാണ്. പക്ഷെ ഈ വ്യക്തിക്ക് എങ്ങനെയൊക്കെയോ ഏതൊക്കെയോ രീതിയിൽ ഈ തേർഡ് പാർട്ടിയുമായി എന്തൊക്കെയോ ഒരു കണക്ഷൻ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്.
അത് തികച്ചും ഈ വ്യക്തിയുടെ എക്സ് ലവർ ആയിരിക്കാം, അല്ലെങ്കിൽ മുൻ ഭർത്താവോ ഭാര്യയോ ആയിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഡിവോഴ്സ് ചെയ്ത് നിൽക്കുന്ന അവസ്ഥയായിരിക്കാം, അത് പരിപൂർണമായി ഡിവോഴ്സ് കഴിയാൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ അവരുടെ എനർജി പ്രധാനമായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ വിവാഹേതര ബന്ധങ്ങളൊക്കെ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് രണ്ടു പേർക്കും ദാമ്പത്യ ജീവിതം ഉണ്ടെങ്കിൽ പോലും അവരുടെ യഥാർത്ഥ പങ്കാളിയിൽ നിന്നും ഉണ്ടാകുന്ന വളരെയധികം ക്രൂരത നിറഞ്ഞ പ്രവർത്തികൾ, അത് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ വളരെയധികം കീഴ്പോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. കമിതാക്കളാണെങ്കിൽ കൂടി നിങ്ങളുടെ പാരൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും നിങ്ങളുടെ കാര്യം കൺട്രോൾ ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തി, അതായത് ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്ന ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിൽ നിന്നും തെറ്റിദ്ധരിപ്പിക്കാനും ചില കാരണങ്ങൾ ഉണ്ടാക്കി നിങ്ങളെ രണ്ടുപേരെയും തമ്മിത്തല്ലി പിരിയിച്ച് രണ്ട് പാത്രങ്ങളിലാക്കാനും ശ്രമിച്ചതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് ആ ഒരു തേർഡ് പാർട്ടിയുടെ പലതരത്തിലുള്ള ശ്രമങ്ങളും പിന്നീട് വിജയത്തിലേക്ക് എത്തിയതായിട്ടും നിങ്ങൾ ഈ പേഴ്സണുമായിട്ടുള്ള പ്രണയബന്ധത്തിൽ നിന്നും പുറത്താക്കപ്പെടുന്നതായിട്ടും, അതായത് പുറത്താക്കിയതായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരിക്കലും അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം നിങ്ങളുടെ ജീവനായിരുന്നു ഈ വ്യക്തി എന്ന് പറയുന്നത്. നിങ്ങൾ രണ്ടുപേരും തമ്മിൽ വളരെയധികം എല്ലാ കാര്യങ്ങളിലും വളരെയധികം ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ ഈ ഒരു തേർഡ് പാർട്ടിയുടെ ചില മോശപ്പെട്ട പ്രവൃത്തികളും അവരുടേതായിട്ടുള്ള മാനിപ്പുലേഷനും ആർട്ടിഫിഷ്യൽ പരമായിട്ടുള്ള കാര്യങ്ങൾ കാരണം നിങ്ങളുടെ വ്യക്തിയെ വളരെ പെട്ടെന്ന് അവരുടെ കീഴിലേക്ക് അല്ലെങ്കിൽ അവരുടെ കൺട്രോളിലേക്ക് ആക്കുവാനും അതിലേക്ക് ചെയ്തെടുക്കാനും നിങ്ങളെ ഒറ്റപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കുറ്റക്കാരിയോ കുറ്റക്കാരനോ ആക്കുന്ന അവസ്ഥയിലേക്ക് ആക്കിയെടുത്ത ഒരു രീതിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷെ അതെപ്പോഴും ഒരു പാസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നിങ്ങൾക്കിടയിലേക്ക് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചാൽ മാത്രമാണ് നിങ്ങൾക്കിടയിൽ നടന്നു പോയിട്ടുള്ള ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് പാസ്റ്റ് എനർജിയിൽ എടുക്കാൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും ഇപ്പോഴായിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിങ്ങളുടെ വ്യക്തിക്ക് പലതരത്തിലുള്ള മാറ്റങ്ങളും തിരിച്ചറിവുകളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതൊരു പക്ഷേ നിങ്ങൾക്കിടയിലുള്ള മ്യൂച്വൽ ആയിട്ടുള്ള ഫ്രണ്ട്സോ കൊളീഗ്സോ നിങ്ങൾക്കിടയിൽ ഇടപെട്ടുകൊണ്ട് പലതരത്തിലുള്ള ചർച്ചകൾ, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിപ്പിക്കുന്നതായിട്ടോ, അല്ലെങ്കിൽ യാഥാർത്ഥ്യം എന്താണ്, തേർഡ് പാർട്ടിയുടെ യഥാർത്ഥ മുഖം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് സംസാരിച്ച് അത് കൂടുതൽ ക്ലിയർ ആക്കുന്ന രീതിയിലേക്ക്, അതായത് ആ ഒരു പ്രശ്നം, ആ ഒരു തെറ്റിദ്ധാരണ പരിപൂർണമായി മാറ്റിയെടുക്കുന്ന തലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കാലം നിങ്ങൾ ഒറ്റയ്ക്കായിരുന്നു, നിങ്ങൾ എല്ലാ സാഹചര്യങ്ങളും ഒറ്റയ്ക്കാണ് നേരിട്ടത്. ഈ വ്യക്തിയിൽ നിന്നുള്ള മാനസികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പോലും, തേർഡ് പാർട്ടിയിൽ നിന്നും ഉണ്ടായ പ്രശ്നങ്ങൾ പോലും നിങ്ങൾ ഒറ്റക്കാണ് ഫേസ് ചെയ്തത്, നേരിട്ടത്. പക്ഷേ ഇപ്പോൾ നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ചാൽ, തീർച്ചയായിട്ടും യൂണിവേഴ്സ് നിങ്ങൾക്കൊരു കൈത്താങ്ങായി, അല്ലെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കമ്പാനിയൻഷിപ്പ്, അല്ലെങ്കിൽ ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള രീതിയിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ മറ്റാരൊക്കെയോ നിങ്ങളുടെ ലൈഫിലേക്ക് അയക്കുന്നതായിട്ട്, അല്ലെങ്കിൽ അയച്ചതായിട്ട് നമുക്കിവിടെ കാണാനായി സാധിക്കുന്നുണ്ട്. അതൊരു പക്ഷേ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഒപ്പം വർക്ക് ചെയ്യുന്നതോ പഠിക്കുന്നതോ ആയിട്ടുള്ള മറ്റാരെങ്കിലും ആയിരിക്കാം, നിങ്ങളുടെ അത്രയും വേണ്ടപ്പെട്ട സുഹൃത്തായിരിക്കാം. എന്തായാലും നിങ്ങളുടെ പേഴ്സണുമായി നല്ല രീതിയിൽ സംസാരിച്ച് നിങ്ങൾക്കിടയിൽ ഒരു റിയൂണിയൻ സംഭവിപ്പിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി ദൈവം അയച്ച വ്യക്തിയാണ്, അല്ലെങ്കിൽ യൂണിവേഴ്സ് അയച്ച വ്യക്തിയാണ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ ഒരു സെയിം പേഴ്സൺ ഇവിടെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് വരുന്നതായിട്ടോ അല്ലെങ്കിൽ ഓൾറെഡി വന്ന് കഴിഞ്ഞതായിട്ടോ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്.
അത് വർഷങ്ങളായിട്ടുള്ള മാസങ്ങളായിട്ടുള്ള നിങ്ങളുടെ സ്പിരിച്വൽ പ്രാക്ടീസസ് കൊണ്ടായിരിക്കാം, പ്രാർത്ഥനകൾ കൊണ്ടായിരിക്കാം, യൂണിവേഴ്സിനോട് ഉള്ള വിശ്വാസം കൊണ്ടായിരിക്കണം. നിങ്ങൾക്ക് ഒരു സപ്പോർട്ടീവായിട്ട് ഒരു വ്യക്തി വരാൻ പോവുകയാണ്, അല്ലെങ്കിൽ വന്നു കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ വ്യക്തിയുമായി കണക്റ്റ് ആക്കാൻ വേണ്ടി തന്നെയാണ്. കാരണം പല സത്യങ്ങളും ഇതിനോടകം നിങ്ങളുടെ വ്യക്തി തിരിച്ചറിഞ്ഞതായിട്ട് കാണിക്കുന്നുണ്ട്. കാരണം പുതിയ തുടക്കത്തെ സൂചിപ്പിക്കുന്ന സന്ദേശം നമുക്കിവിടെ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ ഈ വ്യക്തി നിങ്ങളെ വളരെയധികം അവോയ്ഡ് ചെയ്യുന്നതായിട്ട്, അതായത് നിങ്ങളെ മാറ്റി നിർത്തിക്കുന്നതായിട്ടും നിങ്ങളിൽ നിന്നും അകലം പാലിച്ച് ഈ വ്യക്തി ദൂരേക്ക് ഓടി ഒളിക്കാൻ ശ്രമിക്കുന്നതായിട്ടൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യം നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിച്ച് നിങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ ആ ഒരു ബ്ലാക്ക് മാജിക് അല്ലെങ്കിൽ ആ ഒരു കൂടോത്ര സംബന്ധമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള എനർജികൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അത്തരം എനർജികളുടെ സാന്നിധ്യം വളരെയധികം കുറഞ്ഞിരിക്കുന്നതായിട്ട് അല്ലെങ്കിൽ കുറഞ്ഞു വരുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വ്യക്തിയുമായി നിങ്ങൾക്ക് ദൂരേക്ക് എവിടെയെങ്കിലും വളരെ പ്രൈവസിയോട് കൂടി നിങ്ങൾ രണ്ടുപേരും മാത്രമാകുന്ന ആ ഒരു ലോകത്തിലേക്ക് പോകാനുള്ള സാധ്യതകൾ അധികമായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ചിലപ്പോൾ മാസങ്ങളായും വർഷങ്ങളായും ഈ വ്യക്തി ആയിരിക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ പ്രയത്നിക്കുന്നുണ്ടാകാം, പ്രാർത്ഥിക്കുന്നുണ്ടാകാം, പലവരുടെയും മുന്നിൽ സഹായം തേടുന്നുണ്ടാകാം. അങ്ങനെയാണെങ്കിൽ അതിന് ഒരു പച്ചക്കൊടി കാണിക്കുന്ന അവസ്ഥ, അതായത് സാധ്യതയുടെ കൊടി കാണിക്കുന്ന അവസ്ഥ, സാധ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിപ്പെടാൻ പോകുന്നു. വളരെയധികം സമൂഹത്തിനായിക്കോട്ടെ, നിങ്ങളുടെ വീട്ടുകാർക്കായിക്കോട്ടെ, കൂട്ടുകാർക്കായിക്കോട്ടെ പലതരത്തിലുള്ള സംശയങ്ങൾ നിങ്ങളെ കുറിച്ചിട്ടുണ്ട്. അതായത് നിങ്ങളെക്കുറിച്ച് മോശമായി ചിലപ്പോൾ മറ്റുള്ളവർ സംസാരിക്കുന്നുണ്ടാകാം, നിങ്ങളൊരു മോശം വ്യക്തിയാണ് എന്നുള്ള രീതിയിൽ ചർച്ചകൾ നടക്കുന്നുണ്ടാകാം. പക്ഷേ അവരെക്കാളൊക്കെ ഉയരത്തിൽ നിങ്ങൾ ഇപ്പോൾ സഞ്ചരിക്കാൻ പോവുകയാണ്. അല്ലെങ്കിൽ ആ മറ്റുള്ളവരുടെ കണ്ണിലുള്ള നിങ്ങളെ കുറിച്ചിട്ടുള്ള ആ ഒരു ബാഡ് ഇമേജ്, ആ ഒരു മോശപ്പെട്ട ആ ഒരു ചിത്രം, അത് മാറാൻ പോവുകയാണ്. നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരു അഭിമാനപ്രദമായിട്ടുള്ള കാര്യങ്ങൾ, കാരണം അത് നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ തന്നെയാണ് കൂടുതലും കാണാൻ സാധിക്കുന്നത്. കാരണം ഈ വ്യക്തി നിങ്ങളെ വിട്ട് എങ്ങോട്ടും പോയിട്ടില്ല. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടുകാരുടെ ഒക്കെ പഴികൾ കേട്ട്, കുത്തുവാക്കുകൾ കേട്ട്, ടോർച്ചറിങ് ഒക്കെ ആയി നിങ്ങൾ വളരെ വിഷമിച്ചിരിക്കുന്നുണ്ടാകാം. ഈ ഒരു സ്നേഹത്തിൽ തന്നെ പിടിച്ചു നിൽക്കുന്നുണ്ടാകാം. അല്ലെങ്കിൽ ഈ വ്യക്തിയെ അല്ലാതെ മറ്റാരെയും എനിക്ക് വേണ്ട എന്നുള്ള വിശ്വാസത്തിൽ നിൽക്കുന്നുണ്ടാകാം. ആ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടാകാം. ആ ഒരു വിശ്വാസം നിങ്ങളെ രക്ഷിക്കാൻ പോകുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ ഈ ഒരു തേർഡ് പാർട്ടി ആണെങ്കിൽ പോലും അവരുടെ പലതരത്തിലുള്ള എനർജിയും ക്ഷയിച്ചു തുടങ്ങിയിരിക്കുന്നു. അതായത് അതിന്റെ ആ ഒരു നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യം അല്ലെങ്കിൽ അതിന്റെ പവർ ഇവിടെ നല്ലോണം കുറഞ്ഞു വരുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരാനാണ് ഇപ്പോൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങളോട് തുറന്ന് സംസാരിക്കാനാണ് ഈ വ്യക്തി ഇപ്പോൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത്. അതുപോലെ പല വ്യക്തികളുടെയും പേഴ്സണ് ഇതിനോടകം തേർഡ് പാർട്ടിയെ കുറിച്ചുള്ള ഫുൾ ഇമേജും ലഭിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തു തന്നെയായാലും നിങ്ങൾക്ക് ചിലപ്പോൾ സംശയം ഉണ്ടാകാം, ഈ വ്യക്തിക്ക് മറ്റാരെങ്കിലുമായിട്ട് കണക്ഷൻ ഉണ്ടോ, സ്നേഹത്തിലായോ എന്നുള്ളത്. പക്ഷെ നിങ്ങൾ രണ്ടുപേരും ഒറ്റപ്പെട്ട് നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾ ഒന്നിക്കുകയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരുമേ ഒന്നിക്കുകയുള്ളൂ എന്നുള്ള രീതിയിൽ വാശിയോടുകൂടി നിൽക്കുന്നതായിട്ട്, അല്ലെങ്കിൽ യൂണിവേഴ്സ് അങ്ങനെ നിർത്തിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ രണ്ടുപേരും കല്യാണപ്രായം എത്തി നിൽക്കുന്ന വ്യക്തികളാകാം. മാരേജിന്റെ പ്രഷർ ഫാമിലിയിൽ നിന്നും വരുന്നുണ്ടാകാം. പലവരിൽ നിന്നും പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടാകാം. പക്ഷെ അതിനൊക്കെ ഒരു തീരുമാനമുണ്ടാകുന്ന ഒരു അവസ്ഥയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ നിങ്ങളെ എവിടെയെങ്കിലും ഇരുട്ടിലാക്കിയിട്ട്
നിങ്ങളിൽ നിന്നും അകന്നു പോയിക്കൊണ്ടിരുന്ന ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളെ തേടി വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ തേടി വരാൻ പോകുന്നു എന്നുള്ള ഒരു രീതിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിനോടകം ചിലപ്പോൾ ഈ വ്യക്തിയിൽ നിന്ന് കോണ്ടാക്റ്റ് ലഭിക്കാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. നേരിട്ട് കാണാനോ സംസാരിക്കാനോ ഇപ്പോഴായിരിക്കുന്ന സാഹചര്യം ഈ വ്യക്തി നിങ്ങളോട് തുറന്ന് പറയാനോ ഒക്കെയുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ചും കൂടി ഇൻഫോർമേഷൻസ് ലഭിക്കാൻ പോകുന്നു. എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നു. അത് പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. അത് നിങ്ങളെ വളരെയധികം കോൺഫിഡൻ്റ് ആക്കുകയും സന്തോഷത്തിലേക്ക് നയിക്കുകയും ചെയ്യും എന്നാണ് കാണിക്കുന്നത്. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന സന്ദേശം എന്ന് പറയുന്നത്. പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ പറയുന്നതായിരിക്കും. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.